വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തോട് വൃത്തിയാക്കി മാതൃകയായി ഗോപാലകൃഷ്ണനും കുടുംബവും. തച്ചനാട്ടുകര പാലോട് ഇടശ്ശേരി ചിലവരമ്പ് പാടശേഖരം തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ 8, 9 വാർഡിൽ കൂടി കടന്നുപോകുന്നതും പടിഞ്ഞാറെ പാലോട് മുതൽ കിഴക്കോട്ട് ഒഴുകുന്നതുമായ തോട് വർഷങ്ങളായി കാടുപിടിച്ച് ജലം ഒഴുകുന്ന തടസ്സമായി നിന്നിരുന്ന മരങ്ങളും കുറ്റിച്ചെടികളും മറ്റും മണ്ണും നീക്കം ചെയ്തു. പാടശേഖരത്തിന് വരെ ഭീഷണിയായ ഈ തോട് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് CP ഗോപാലകൃഷ്ണനും സഹോദരങ്ങളും ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാരോടും പഞ്ചായത്ത് അധികാരികളോടും നിരവധി തവണ അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിനും ഫലം കണ്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് തോടിൻ്റെ ആദ്യ ഭാഗം 200 മീറ്ററോളം കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ട്. തുറന്നുള്ള ഭാഗങ്ങളിൽ വെള്ളം കൃത്യമായി ഒഴുകാതെ പാടശേഖരത്തിൻ്റെ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന പതിവായി. ഇത് പാടത്തേക്കൊഴുകി കൃഷി നശിക്കുന്നതും കണ്ടുപിടുത്താണ് ഗോപാലകൃഷ്ണനും സ്വയം സന്നദ്ധനായി ഈ തോട് നേരെക്കാൻ തീരുമാനിച്ചത്. കുലച്ച വാഴകൾക്ക് തൂമ്പിച്ചീയൽ രോഗം വ്യാപകം, കർഷകർ ദുരിതത്തിൽ. ഓണവിപണിയെ ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകർ ദുരിതത്തിലായി. കർഷകരുടെ വാഴകൾക്ക് തൂമ്പിച്ചീയൽ രോഗം എത്തിയതോടെയാണ് വാഴകൾ നശിക്കാൻ തുടങ്ങിയത്. പെരുമ്പാലപ്പാറ ഭാഗത്തെ മാനഞ്ചേരി ഭാഗത്തുള്ള നിരവധി വാഴ കർഷകരാണ് ഇതോടെ ദുരിതത്തിലായത്. ഭാരതീയ ഔഷധ സമിതിയുടെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നവീൻ വട്ടപ്പറമ്പ് ഏറ്റുവാങ്ങി. MSP കമാൻഡന്റ് സന്തോഷ് കുമാർ IPS നിന്നുമാണ് നവീൻ ഏറ്റുവാങ്ങിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് കരീം ഷെറീഫ് പാറൽ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൗരൻ, നർഗീസ് ടീച്ചർ, അസിസ്റ്റന്റ് കമാൻഡർ ഹബീബ് റഹ്മാൻ, SI വിനോദൻ എന്നിവർക്കൊപ്പം നവീൻ്റെ പിതാവ് രവിയും ചടങ്ങിൽ സംബന്ധിച്ചു. ജീപ്പ് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കാഞ്ഞിരപ്പുഴ പാലക്കയം എഞ്ചിക്കുന്നിൽ ജീപ്പ് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക് പറ്റി. മണ്ണാർക്കാട് നുട്ടൻമല സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഷാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. പരിക്കേറ്റവരെ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.